ഹലോ. സർ, ഞാനേ ഹോസ്പിറ്റൽ മാനേജറെ കൊണ്ട് ഞാൻ നാളെ മോർണിംഗിൽ സാറിനെ വിളിക്കാം. ഹോസ്പിറ്റൽ മാനേജറെ കൊണ്ട് ഞാനിപ്പോ ഓൾറെഡി കോഴിക്കോട് ഉണ്ട്. ഓൾറെഡി ഹോസ്പിറ്റലാണല്ലോ വിമാനം കൊണ്ട്. പറഞ്ഞു. ഓക്കെ, ഞാൻ എന്തായാലും ഡയറക്റ്റ് അങ്ങോട്ട് വരും കുറച്ച് കഴിഞ്ഞിട്ട്. ഓക്കെ, നമ്മൾ ഡയറക്റ്റ് സംസാരിക്കാം. ഞാൻ അവിടെ ഇല്ല സാർ, മാനേജറോ അല്ലെങ്കിൽ അല്ല, നിങ്ങൾ വേണം എനിക്കൊരു നിർബന്ധമില്ല. കാരണം നിങ്ങളെക്കാട്ടും വലിയ ആളുകൾ അവിടെ ഉണ്ടല്ലോ. സമയത്ത് ഡ്യൂട്ടിയിലുള്ള മാനേജർ അവിടെ ഉണ്ടാവും സാർ. കുഴപ്പമില്ല, എനിക്ക് കണ്ടാൽ മതി. എനിക്ക് ജസ്റ്റ് ഒന്ന് അറിയണം. ആയിക്കോട്ടെ സാർ. ഓക്കെ, ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ഈ ബില്ല് നിങ്ങൾ GST ഈടാക്കുന്നുണ്ടോ നമ്മൾ കയ്യിൽ നിന്ന്? അല്ല, നിങ്ങൾ സ്വാഭാവികമായിട്ട് ഇന്നലെ വരെ ബില്ല് കൊടുത്ത ആളാണെങ്കിൽ അങ്ങനല്ല, അറിയണ്ട. നിങ്ങൾ അറിയണ്ടേ? നിങ്ങൾ എന്തിലാണ് വർക്ക് ചെയ്യുന്നത്? അല്ല, നിങ്ങൾ അക്കൗണ്ട്സിലുള്ള ആരാണോ ഇത്തരം സാധനങ്ങൾ, ഇത്തരം ബില്ലുകൾ നിങ്ങൾ GST ഈടാക്കുന്നുണ്ടോ കസ്റ്റമറിൽ നിന്ന്? അതെനിക്ക് കൂടുതൽ അറിയില്ല സാർ. നിങ്ങൾ അറിയുന്ന ഒരാൾ നമ്പർ തരുമോ? ഞാൻ ഓൺ ഡ്യൂട്ടി മാനേജറിന്റെ നമ്പർ തരാം. അവരാണിപ്പോ ഡ്യൂട്ടിയിൽ വന്നാലും മീഡിയയിൽ ഉണ്ടാവുക. നമ്മൾ എന്തായാലും മീഡിയ കൊടുക്കുകയും ചെയ്യും. ഞങ്ങള് ലീഗൽ കേസുമായിട്ട് മുന്നോട്ട് വന്നാ. അല്ല, നിങ്ങൾ ശരിക്കും ഒരു ഉപഭോക്താവിനല്ല ഇപ്പൊ വഞ്ചിച്ച്. ഞങ്ങള് കൃത്യമായിട്ട് ആക്സിഡന്റ് പറ്റി വരുന്ന ഒരു പറ്റം പാവപ്പെട്ട മനുഷ്യന്മാരെ ഞങ്ങൾ ചൂഷണം ചെയ്യുന്ന അവിടെ വെച്ചിട്ട്. നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ ചൂഷണത്തിന് മെനക്കെടരുത്. എന്തുകൊണ്ടെന്നറിയോ? ഞങ്ങൾ ഉറക്കം കഴിഞ്ഞിട്ട് നേരം വെളുത്തരം അവിടെ നിന്ന് പോകുന്നു. ഈ പാതിരക്ക് ഇങ്ങനെ എന്താ പറയാ, പിടിച്ചു പറയുന്ന സ്വഭാവം ഉണ്ടല്ലോ, അതാ ഞങ്ങൾ ചെയ്തത്. സത്യത്തില് മനുഷ്യനെ ഇങ്ങനെ അധികം പറ്റിക്കാൻ പാടില്ല. ഞങ്ങള് അറിയാങ്ങള് ഇത് ഞാളിച്ച് അനുഭവം വെച്ച് നോക്കുന്നത് നിങ്ങൾ തുടരുന്നതാ. ഇന്നിപ്പോ ആദ്യമായിട്ട് നിങ്ങൾ പിടിക്കപ്പെട്ടില്ലല്ലോ ഇപ്പോ, ഇന്നലെ മാത്രം. കാരണം ഇത്രയും ഭീമമായ ഒരു ടെസ്റ്റ് നിങ്ങൾ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാണ്ട് ആളുകളിൽ നിന്ന്, രോഗികളിൽ നിന്ന് പൈസ ഈടാക്കുക. എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്ത് നിങ്ങൾ ബോധ്യമാക്കോ? എത്ര അല്ല അറിയാ, ശരി, നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി. ബോധ്യപ്പെടുത്തിയേ ഞങ്ങൾ ഇന്ന് പിന്മാറൂ. എന്തുകൊണ്ടെന്നറിയോ? ഇത്തരം രോഗികളെ ചൂഷണം ചെയ്തിട്ടാണ് നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുള്ള പൊതുജനങ്ങൾക്ക് മനസ്സിലാവണം. നിങ്ങൾ ആസാദ് മൂപ്പൻ വെറുതെ അല്ല ഈ പ്രളയ ഫണ്ടിലേക്കും വയനാട് ഫണ്ടിലേക്കൊന്നും കോടികൾ കൊടുക്കുന്ന പാവപ്പെട്ട ആളുകളെ ചോര ഊറ്റി കുടിച്ചിട്ടാ. ഞങ്ങൾ ഇത് എവിടെങ്കിലും എടുത്താൽ എത്തിക്കും ഞങ്ങൾ. എന്തുകൊണ്ടെന്നറിയോ? ഞങ്ങൾ കൺസ്യൂമർ കോർട്ട് കൊടുക്കും, അല്ലാത്ത കോർട്ട് കൊടുക്കും, എല്ലാ കോർട്ടിലും ഞങ്ങൾ നിങ്ങളെ പേരിൽ കേസ് കൊടുക്കും. ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും? മീഡിയ കൊടുക്കും. ഈ ബില്ല് സഹിതം ഞങ്ങൾ മീഡിയ കൊടുക്കും. കാരണം ഇങ്ങനത്തെ ഈ മേഖലയിൽ വെച്ചിട്ടല്ല നിങ്ങൾ ചൂഷണം. നിങ്ങൾക്ക് വേറെ കച്ചവടം ചെയ്യരുത്. നിങ്ങൾക്ക് പാവപ്പെട്ട രോഗികൾ പിഴിഞ്ഞിട്ട് ഞങ്ങൾ പൈസ ഉണ്ടാക്കുന്നേ. നിങ്ങൾ ഇതിന്റെ ആരാ? നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട അല്ല, വേണ്ട. നിങ്ങൾക്ക് മിസ്റ്റേക്കോ? ഇനി മിസ്റ്റേക്ക് നല്ല പറയാ. ഞങ്ങളുടെ ഭാഷയിൽ ഇതിന് പിടിച്ചു പറയുന്ന പറയാ. മിസ്റ്റേക്ക് എന്നതിന് പറയാ. മിസ്റ്റേക്ക് ആണെങ്കിൽ നിങ്ങൾ പിറ്റേ ദിവസം സിസ്റ്റം ഓഫ് ആക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ സിസ്റ്റം ഓൺ ആക്കുന്നതിന് മുന്നേ ഈ മിസ്റ്റേക്ക് നിങ്ങൾ സിസ്റ്റത്തിൽ കാണൂലേ?